വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ്. ഞാനല്ല കുക്ക് ചെയ്യുന്നത്, അമ്മയാണ് കുക്ക് ചെയ്യുന്നത്. അമ്മയുടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അവിയൽ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്. അതിന് നമുക്ക് വേണ്ടത് വെജിറ്റബിൾസാണ്. ഏകദേശം എല്ലാ വെജിറ്റബിൾസും കൂടി ഒരു 1 kg അടുത്തുണ്ട്. ക്യാരറ്റ്, വെള്ളരിക്ക, ചേന, പച്ചക്ക, മുരിങ്ങാക്കോൽ, അച്ചിങ്ങ, ബീൻസ്, മത്തങ്ങ, വഴുതനങ്ങ, പൊട്ടറ്റോ ഓപ്ഷണലാണ്, ഞങ്ങളിവിടെ ചേർക്കാറുണ്ട്. അതുപോലെ തന്നെ എല്ലാം ഒരു 100 to 150 ഗ്രാംസ് വരെ എടുത്തിട്ടുള്ളൂ. അച്ചിങ്ങയും ബീൻസും ഒരു 50 ഗ്രാംസേ ഉണ്ടാവത്തുള്ളൂ. വെജിറ്റബിൾസ് എല്ലാം നീളത്തിൽ അരിഞ്ഞതിന് ശേഷം നമുക്ക് അതിലോട്ടൊരു 3-4 അല്ലി പച്ചമുളക് ചേർക്കണം. നല്ല എരിവുള്ള പച്ചമുളകാണ്. മാങ്ങ ഇപ്പം ചേർക്കണ്ട. പിന്നെ അതിലോട്ട് ആവശ്യാനുസരണം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണ എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് വേവിക്കാൻ വെക്കാം. ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, വേവിക്കണേക്ക് മുന്നേ. വെജിറ്റബിൾസ് എല്ലാം നല്ലപോലെ കുക്ക്ഡായി കഴിയുമ്പോഴത്തേക്കും മാങ്ങ ചേർത്ത് കൊടുക്കാം. പുളിക്കനുസരിച്ച് വേണം മാങ്ങ ചേർത്ത് കൊടുക്കാൻ. മാങ്ങ ചേർത്തിട്ട് മാങ്ങ ഒന്ന് കുക്ക്ഡ് ആവണ വരെ നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. എന്നിട്ട് ഒരു 3/4 മുറി തേങ്ങ വേണം നമുക്കിനി വേണ്ടത്. തേങ്ങ ചിരകിയതും 1 പിടി കുഞ്ഞുള്ളിയും 1/2 ടീസ്പൂൺ നല്ല ജീരകവും ചേർത്ത് മിക്സിലിട്ട് ക്രഷ് ചെയ്തെടുത്ത് അത് നമുക്ക് വെജിറ്റബിൾസിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. തേങ്ങ ഇപ്പോൾ മിക്സ് ചെയ്യരുത്. ഒന്ന് തേങ്ങ വെന്തതിന് ശേഷം വേണം വെജിറ്റബിൾസായിട്ട് മിക്സ് ആക്കാൻ വേണ്ടിയിട്ട്. തേങ്ങ വെന്ത് വരുമ്പോഴത്തേക്കും പച്ച വെളിച്ചെണ്ണയും വേപ്പിലയും ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ടുള്ള അവിയൽ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ.